ബഡ്ജറ്റ് ലെവലിൽ എങ്ങനെ നമുക്ക് ബ്രാൻഡഡ് ലെൻസുകൾ സ്വന്തമാക്കാം. എൻ്റെ പേര് ഷെറിൻ ആൻ്റണി. അഗെയിൻ വെൽക്കം ടു പാരഡൈസ് ഒപ്റ്റിക്സ്. നമ്മൾ കാണാൻ പോണത് GKBയുടെ A to Z എന്നൊരു ലെൻസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ A to Zന്റെ പ്രോഗ്രസീവ് ലെൻസ് വന്നിട്ട് 1690 ആണ് സ്റ്റാർട്ടിങ്. അതുപോലെ തന്നെ ആന്റി ഗ്ലെയർ HMC വന്നിട്ട് 2190 ആണ് പ്രൈസ് വരുന്നത്. ഇതിന്റെ തന്നെ നമുക്ക് UV ബ്ലൂ വരുന്നത് 2190 ആണ്. അതുപോലെ തന്നെ ഡേ നൈറ്റ് ഏകദേശം 2290 ആണ് വരുന്നത്. അതിന്റെ HMC വന്നിട്ട് 2790 ആണ്. നമ്മുടെ A to Zന്റെ ഡിജിറ്റൽ പ്രോഗ്രസീവ് ലെൻസ്, ഇത് നല്ലൊരു ലെൻസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുവിധം കസ്റ്റമറൊക്കെ ഇപ്പൊ മേടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കൊരു ബഡ്ജറ്റ് ലെവലുള്ള ഒരു ലെൻസാണ്. ഹാർഡ് കോട്ട് വന്നിട്ട് 1990, HMC വന്നിട്ട് 2490 ആണ് ഡിജിറ്റൽ പ്രോഗ്രസീവ് ലെൻസ്. ഇത് നമുക്ക് ഒരുവിധം ഒരു ബ്രാൻഡഡ് എന്ന് പറഞ്ഞാലും ഏറ്റവും ലോ കോസ്റ്റിൽ കിട്ടുന്ന ഒരു ലെൻസാണ്. അതിൻ്റെ തന്നെ നമ്മൾ ബ്ലൂ പ്രൊട്ടക്റ്റ് വരുന്നത് 3490 ആണ് വരുന്നത്. A to Zന്റെ തന്നെ UV ഫിൽട്രേഷനുള്ള ബ്ലൂ നമുക്ക് ഡിജിറ്റൽ ലെൻസ് വരുന്നത് HMC വരുന്നത് 2990 ആണ്. അതായത് ഡേ നൈറ്റ് വരുന്നത് കോസ്റ്റ് HMC വരുന്നത് 3090 ആണ്. അപ്പോൾ ഏറ്റവും കോസ്റ്റ് ലെസ് ആക്കിയിട്ട് നമ്മുടെ ഇന്നത്തെ ബഡ്ജറ്റിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലെൻസാണ് ഇപ്പം ഞാനിത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചത്. A to Zന്റെ ബൈഫോക്കൽ ലെൻസുകൾ, അതായത് നമുക്ക് ഫാറും നിയറും മാത്രമുള്ളത്. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ബൈഫോക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു കട്ട പോലെ ഒരു സർക്കിൾ ഉണ്ടാവും അറ്റടിയിൽ. പ്രായ ആൾക്കാരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വന്നിട്ട് കോസ്റ്റ് നമുക്ക് 90 വരും. അതിൻ്റെ HMC വരുന്നത് 1490 ആണ്. അപ്പോൾ ഒരു ബ്രാൻഡഡ് ആണെന്ന് നമുക്ക് പറയുകയാണെങ്കിലും ഒരു ബൈഫോക്കലിൻ്റെ ഒരു തരക്കേടില്ലാത്ത ലെൻസ്. ചില കസ്റ്റമേഴ്സിന് ഇപ്പോഴും ഒരു അറിവില്ല അവർ ഏത് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു കടയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ നമുക്ക് അറിയണം. ഏത് ബ്രാൻഡഡ് ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഫ്രെയിംസ് ആണ്, ആ ഫ്രെയിംസിന് എത്ര നാളത്തെ വാറണ്ടി ഉണ്ട്. ഇത്ര പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണമല്ലോ. നമുക്ക് ഇന്ന് ഏകദേശം 50-ന് കൂടുതൽ ബ്രാൻഡഡ് ലെൻസുകൾ ഇന്ന് അവൈലബിൾ ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഏറ്റവും ബഡ്ജറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും എന്താ പറയുക നല്ല ബ്രാൻഡഡ് ലെൻസിൽ പെടുന്ന ഒരു ലെൻസാണ്. ഒരുവിധം നമ്മളിവിടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അവർ സാറ്റിസ്ഫൈഡ് കൂടിയാണ് ഈ ലെൻസ്. അടുത്തത് എനിക്ക് പറയാനുള്ളത്, ചില പ്രോഗ്രസീവ് ലെൻസ് ഇട്ടവർക്ക് അവർക്ക് റീഡിങ്ങിൻ്റെ ഏരിയ അവർക്ക് എന്താ പറയുക ചില സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റണില്ല. അപ്പോൾ അത് ഒരു നമുക്ക് ചെറിയ സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വിടുത്ത് കൂടാൻ ഉള്ള ചില ലെൻസുകൾ കൂടുതൽ നന്നായിരിക്കും. അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ സഹിതം കാണിച്ചു തരാം. ഇതിൽ നമ്മളിപ്പോൾ ബോച്ചയുടെ നല്ല ലെൻസാണ്. ഒരുവിധം ഒരു നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ബോച്ചയുടെ ലെൻസുകൾ. അത് വന്നിട്ട് നമുക്ക് ഇവിടെ സിൽവർ നിങ്ങളിവിടെ കണ്ടറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു വിടുത്ത്, അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഒരു വിടുത്ത് സൈസ് അറിയാൻ പറ്റും. അതുപോലെ ഡയമണ്ട് കുറച്ചും കൂടി വിടുത്ത് കൂടും. ഇത് പ്ലാറ്റിനം HD. അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഗോൾഡൻ, ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ, ഗോൾഡൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വന്നിട്ട് ഗോൾഡിൻ്റെ കോസ്റ്റ് വരുന്നത്, ഗോൾഡിൽ വന്നിട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പ്രോഗ്രസീവിൽ 4750 ആണ്. ഇത് നമുക്ക് ആൻറ്റി ഗ്ലെയർ വന്നിട്ട് 5650 ആണ് വരുന്നത്. അപ്പോൾ ഇത് ഗോൾഡ് നമുക്ക് തരക്കേടില്ലാത്തതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഡയമണ്ടും പ്ലാറ്റിനും HD ഒക്കെ ഉണ്ട്. പക്ഷെ ഗോൾഡ് മേടിക്കുകയാണെങ്കിൽ ഒരുവിധം പ്രോഗ്രസീവ് വെക്കുന്നവർക്ക് ഇത് അത്ര അവർക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നാറില്ല. കസ്റ്റമർ ഇവിടെ വന്ന് പറയാറുണ്ട്, അവര് കണ്ണട വെക്കാൻ അവർക്ക് താല്പര്യമില്ല, അവർക്ക് ചെറിയൊരു പവർ ഉണ്ട്. പക്ഷേ അത് നമ്മൾ വളരെ ഡേഞ്ചറാണ്. നിങ്ങൾക്ക് ചെറിയ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒപ്റ്റിക്കൽ ഷോപ്പിൽ പോയിട്ട് കണ്ണട വെക്കില്ലെങ്കിൽ നിങ്ങളുടെ പവർ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ വെക്കുമെന്ന് വിചാരിക്കുമ്പോൾ പവറിന്റെ ഘടനകളിലൊക്കെ മാറ്റം വരും. അപ്പോൾ അത് നമ്മുടെ കണ്ണിനെ ബാധിക്കും. പ്രായം തോറും അതിന്റെ പവർ നല്ല രീതിയിൽ കൂടും. അത് പിന്നെ വയസ്സാകുമ്പോൾ നമുക്ക് ബ്ലൈൻഡ്നെസ്
കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സിംഗിൾ വിഷൻ റീഡിങ്ങിന് മാത്രം വെച്ച ആൾക്കാർ അതിലൂടെ തന്നെ അവർ ഫാറിലേക്ക് നോക്കണവരുണ്ട്, അകലേക്ക്. അപ്പൊ അതും വളരെ ഡേഞ്ചറാണ്. അപ്പൊ നമ്മൾ അടുത്തുള്ള ഒരു വിഷൻ വേറെ ആയിരിക്കും, അകലേക്കുള്ള പവർ വേറെ ആയിരിക്കും. വിഷനിൽ നമ്മൾ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ആരെങ്കിലും വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അവർ നോക്കുമ്പോൾ അവിടെ എന്താണ് ആ ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ പവർ നമുക്ക് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കണ്ണിന് വരെ നമുക്ക് ആ പവർ ആയി മാറും. അങ്ങനത്തെ സമയത്താണ് നമ്മൾ പ്രോഗ്രസീവ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ബൈഫോക്കൽ ലെൻസിലേക്ക് പോകേണ്ടത്. ഈ ടൈപ്പ് ഫ്രെയിംസ് മേടിക്കുന്നവർക്ക് ഈ കാണുന്ന നോസ് പാഡ് ഞങ്ങളുടെ കടകളിൽ 6 മാസം കൂടുമ്പോൾ ഞങ്ങൾ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഈ നോസ് പാഡ് ഇത് ഇവിടെ ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. ആവുമ്പോൾ നമ്മളിവിടെ മാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി നിങ്ങൾ അടുത്തുള്ള നിങ്ങളുടെ കടകളിൽ പോവുക, സൗജന്യമായിട്ട് ഞങ്ങളുടെ കടയിൽ മാറ്റി കൊടുക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ മറ്റുള്ള ഷോപ്പുകളിൽ കണ്ണട എടുത്താലും ഞങ്ങൾ സർവീസ് ഫ്രീ ആയിരിക്കും. ഞാൻ ഈ യൂട്യൂബ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് കമൻസുകളും വരാറുണ്ട്. കസ്റ്റമേഴ്സ് ഞങ്ങൾ വിളിച്ചു ചോദിക്കാറുണ്ട്, അവർക്ക് ഞങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.